ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു വ്ളോഗാണ് ചെയ്യുന്നത്. 2-3 ദിവസങ്ങളായിട്ട് എടുത്ത വീഡിയോസൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ബുക്ക് കവറാണ്. നമ്മളിവിടെ നിന്ന് നെസ്റ്റോയിൽ പോയ ടൈമിൽ വാങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ എന്താ ട്രെൻഡിങ് ആണല്ലോ ഈ ഒരു ബുക്ക് കവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓൺലൈനിൽ നമ്മൾ പിന്നെ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂൾ തുറന്നതിന് ശേഷം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതിങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വാങ്ങി നോക്കിയാണ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. ചെറിയ നോട്ട്ബുക്കിനുള്ളത് മാത്രമാണ് വാങ്ങിയത്. ഈ ഒരു പാക്കിൽ 10 പീസാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പം മദ്രസയിൽ മാത്രമേ ഇപ്പോൾ ചെറിയ നോട്ടുള്ളൂ. സ്കൂളിലൊക്കെ ഇപ്പോൾ ഹൈസ്കൂൾ ആയതുകൊണ്ട് തന്നെ വലിയ നോട്ട്സാണ്. അപ്പോൾ അതിനും ടെക്സ്റ്റ് ബുക്കിനും ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. 2 സൈഡും അങ്ങനെ തന്നെയാണ്. പക്ഷേ മറ്റേ സൈഡിൽ ഇങ്ങനെ സ്റ്റിക്കർ പോലെ നമുക്ക് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ സൈഡ് ഒട്ടിച്ച് വെക്കാം. അപ്പോൾ അവിടെ ഫിക്സ് ആയിട്ട് നിൽക്കും. നല്ല യൂസ്ഫുൾ ആണ്. ചിലവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഇത് സീ ത്രൂ ആയതുകൊണ്ട്. പക്ഷേ നമ്മൾ ഉമ്മമാർക്ക് എളുപ്പമാണ്, പണികൾ വേഗം കഴിയും. മറ്റേത് ബ്രൗൺ പേപ്പർ ആകുമ്പം കട്ട് ചെയ്തിട്ടും ഒരുപാട് സമയം ഇരിക്കണം ഇതിൻ്റെ മുകളിൽ. ഇതങ്ങനത്തെ ഇതൊന്നുമില്ല, വേഗം തന്നെ നമ്മുടെ പണി കഴിയും. മല്ലി ഒന്ന് പൊടിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഉണക്കിയെടുത്താണ്, വെയിലത്തൊക്കെ വെച്ച് ഇനി ഒന്ന് വറുത്തെടുക്കുകയാണ് ലാസ്റ്റിൽ. അപ്പോൾ ഈ വറുത്തെടുക്കുന്ന സമയത്ത് കുറച്ച് വലിയ ജീരകമുണ്ട്, പെരുംജീരകം, അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അവിടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഉച്ചക്കേക്കുള്ള ഫുഡ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. മട്ടൻ കറിയും നെയ്ച്ചോറും അതാണ് ലഞ്ചിനായിട്ട് ഇന്ന് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും പാർസൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഹസ്ബൻഡ് ചെടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇടുക്കിയിൽ നിന്ന് ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട്. കട്ടപ്പന, ഇടുക്കി. അപ്പോൾ ഇതിൽ കുറച്ച് വെറൈറ്റീസൊക്കെയാണ് ഉള്ളത് ഫ്രൂട്ട്സിൻ്റെ.
അങ്ങനെ ഓറഞ്ച്, ഫിഗ്, സീഡ്ലെസ് ലെമണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇനി ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേറെ ആളെ വിളിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് മാവിൻ്റെ ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇനി അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇനി ഇത് വേറൊരു ദിവസം എടുത്ത വീഡിയോ, ഞാൻ പറഞ്ഞില്ല 2 ദിവസങ്ങളിലൊക്കെ എടുത്ത വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പെരുന്നാൾക്ക് കിട്ടിയ ബീഫൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഹസ്ബൻഡ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഉണ്ടാക്കി നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത് കുറച്ച് അധികം ഉണ്ട്. ഇത് ഒന്നായിട്ട് വേവിച്ചെടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള മാത്രം എടുത്തിട്ടേ ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് എല്ലാ പൊടികളും ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇതിൻ്റെ പേര് ഉണ്ടായിരുന്നത് ഇടിയിറച്ചി എന്നാണ്. അപ്പോൾ നമ്മളതാണ് ഇന്നിപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്, ഇടിയിറച്ചീൻ്റെ റെസിപ്പി. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക എരിവിന് ആവശ്യമായിട്ടുള്ളത്. ഇതിൽ കുരുമുളക് പൊടി, ഗരം മസാല എല്ലാ പൊടികളും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു റെസിപ്പി ചെയ്തിട്ട് തോന്നിയത് അത്യാവശ്യം നല്ല എരിവ് വേണം, അപ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇത് ലാസ്റ്റ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഇടുന്നുണ്ട് നല്ലപോലെ, അതേപോലെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു അവരുണ്ടാക്കിയതിൽ നല്ല കളർ ഉണ്ടായിരുന്നു, റെഡ് കളറ്. അപ്പോൾ മുളക് പൊടി ഇപ്പോൾ ആ ഒരു എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ആയിട്ട് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് മിക്സ് ആയിട്ടുള്ള മുളകാണ് രണ്ടും കൂടെ. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇറച്ചിയൊക്കെ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഇച്ചിരി വെള്ളമുണ്ട്. വെള്ളം ഞാൻ ഒഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ബീഫിൽ നിന്ന് തന്നെ വന്നതാണ്. അപ്പോൾ അത് ഞാൻ ഒഴിവാക്കുന്നില്ല, കാരണം ഇതിൽ പകുതി ഒക്കെ എടുക്കുന്നുള്ളൂ നമ്മുടെ ഈ ഒരു ഇടിയിറച്ചിക്ക് വേണ്ടിയിട്ട്. ബാക്കി ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഗ്രേവിയും കൂടെ എടുത്ത് വെച്ചു. നമുക്ക് വേറെ എന്തെങ്കിലും കറിയോ കാര്യങ്ങളോ ഉണ്ടാക്കുമ്പോൾ അത് യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഒരു വലിയ പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇടിയിറച്ചി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഓയിലാണെങ്കിൽ കുഴപ്പമില്ല, വെളിച്ചെണ്ണ ആകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആവുക. അപ്പോൾ അതിലേക്ക് 2 സവാളയാണ് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എത്രയാണ് ഇറച്ചി എടുക്കുന്നത് അതിനനുസരിച്ചാണ് ഉള്ളി എടുക്കേണ്ടത്. ഒരുപാട് അധികം ഒന്നും എടുക്കണ്ട. നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. വേണമെങ്കിൽ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ബീഫിൽ ഉപ്പ് ഞാൻ അത്യാവശ്യം ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം എത്രയാണോ ബീഫ് എടുക്കുന്നത് എടുത്തിട്ട് ഇതേപോലെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. നമ്മൾ ഇറച്ചി പത്തിരിക്കും അങ്ങനെയൊക്കെ ചെയ്തെടുക്കുമല്ലോ, അതേപോലെ. അപ്പോൾ ഇങ്ങനെയാണ് ഇടിയിറച്ചിക്ക് സംഭവം ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതെല്ലാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയോളം എടുത്തിട്ടുണ്ട്. ഇതിന് എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള അതിനനുസരിച്ച് ചെയ്തെടുക്കാം. ഇത് ഞങ്ങൾക്കൊരു 2 നേരമൊക്കെ ഉണ്ടായിരുന്നു. ഞാനിത് വെച്ചിട്ട് തന്നെ ഈ ഒരു ഇടിയിറച്ചീൻ്റെ ബാക്കി ഉണ്ടായിരുന്നു വെച്ചിട്ട് തന്നെ സേമിയ വെച്ചിട്ട്, സേമിയ പുലാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുമല്ലോ, അങ്ങനെയും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് പൊടികളാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ബീഫിലിട്ടല്ലോ അതേ പൊടികൾ തന്നെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാനെല്ലാം കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറച്ചിയിൽ എരിവ് കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കിയിട്ട് കുറവാന്ന് തോന്നുകയാണെങ്കിൽ മുളക് പൊടിയാണെങ്കിൽ അത്, അല്ലെങ്കിൽ കുരുമുളക് പൊടി രണ്ടും മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഒരു റെഡ് കളറിലൊക്കെ കിട്ടുന്നതാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ കണ്ടിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഞാൻ അത്യാവശ്യം കുരുമുളകും മുളക് പൊടിയൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പിയിൽ തക്കാളി, പച്ചമുളക് അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഈ സവാള ഒന്ന് വഴണ്ട് വന്നപ്പോൾ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുന്നില്ല. അധികം ഡ്രൈ ആക്കി എടുക്കരുത് ബീഫ്. അങ്ങനെ തോന്നുകയാണെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക നമ്മൾ ഈ ക്രഷ് ചെയ്തെടുത്ത ബീഫ്. ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പൊടികൾ എന്തെങ്കിലും കുറവായിട്ട് തോന്നുകയാണ് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് വേണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതും ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സെയിം പാനിൽ തന്നെയാണ് എല്ലാം ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് ചുവന്നുള്ളിയും കുറച്ച് പിന്നെ ചുവന്ന മുളകും ഉണ്ടല്ലോ അതും കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. കട്ട് ചെയ്തിട്ടായാലും ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഒന്ന് ചതച്ചെടുത്തതാണ്. ചുവന്നുള്ളി ഒരു 10-15 ഇട്ട് കൊടുക്കുക. നമ്മൾ സവാള ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. എന്നിട്ട് ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മുളക് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ 3-4 വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഇപ്പോൾ 2 മാത്രമേ എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇത്ര എടുത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഇതിന് ഒരു നല്ല എരിവ് ഉണ്ടായാലാണ് ഈ ഒരു ഇടിയിറച്ചി ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച സംഭവങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ ബീഫും പിന്നെ സവാള വഴറ്റിയതും ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടെ വേണമെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ മിക്സാക്കി എടുക്കുക. ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, എരിവ് വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളകില്ല, തക്കാളിയും ഇല്ല, സവാളയും ചുവന്നുള്ളിയൊക്കെയാണ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ ഒരുപാട് ഡ്രൈ ആക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഇറച്ചിപ്പത്തിൻ്റെ ഒക്കെ പണ്ട പോലെ ആയിപ്പോവും. കുറച്ചൊരു നമ്മൾ എന്താ പറയുക, പത്തിരീൻ്റെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി നന്നായി ഡ്രൈ ആവാൻ തോന്നാണ്ട് ഇത്തിരി വെള്ളം ഇങ്ങനെ കുടഞ്ഞു കൊടുത്താൽ മതി. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത്, ജസ്റ്റ് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യാന്നൊക്കെ പറയില്ല, അതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇടി ഇറച്ചി ഇവിടെ സെറ്റായിട്ടുണ്ട്. ലാസ്റ്റ് ഗാർണിഷിങ്ങിന് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മളിന്ന് പൊറോട്ടയാണ് ഇതിൻ്റെ കൂടെ കഴിക്കുന്നത്. അപ്പോൾ ഇത് ചൂടോടെ തന്നെ നല്ല എരിവിലൊക്കെ സെറ്റാക്കിയിട്ട് കഴിച്ച് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ബീഫ് എല്ലാവരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ഇടിയർച്ചിയുടെ റെസിപ്പി. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്നിരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു.